തമിഴ്നാട്ടിൽ ഇൻഷുറൻസ് തുകയ്ക്കായി പിതാവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ മക്കൾ പിടിയിൽ. തിരുവള്ളൂരിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. പൊടത്തൂർപേട്ട് സ്വദേശി ഗണേശനാണ് കൊല്ലപ്പെട്ടത്. 3 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് ഗണേശിന്റെ പേരിൽ ഉണ്ടായിരുന്നത്. മക്കളായ മോഹൻരാജ്, ഹരിഹരൻ എന്നിവരും 4 സഹായികളും പോലീസിന്റെ പിടിയിലായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ പിതാവിന്റെ പേരിൽ 3 കോടിയുടെ ഇൻഷുറൻസ് എടുത്തതും കൊലപ്പെടുത്തിയ മക്കൾ തന്നെ. കൃത്യമായിരുന്നു ആസൂത്രണം. മൂർഖൻ പാമ്പിനെ ഇറക്കിയുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടു. കടിച്ചാൽ മരണമുറപ്പാക്കുന്ന വെള്ളിക്കെട്ടനായിരുന്നു 2ാം ഘട്ടത്തിൽ ഇറക്കിയത്. ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. ഒക്ടോബർ 22-നാണ് ഗണേശൻ പാമ്പുകടിയേറ്റ് കൊല്ലപ്പെട്ടുവെന്ന് കാണിച്ച മകൻ പോലീസിൽ പരാതി നൽകിയത്. അപകടമരണത്തിന് പോലീസ് കേസെടുത്തു. സാധാരണ നിലയിലുള്ള അന്വേഷണം മാത്രമായിരുന്നു പോലീസും ആദ്യഘട്ടത്തിൽ നടത്തിയത്. ഒരു സംശയവും ആർക്കും തോന്നിയില്ല. എന്നാൽ പിതാവിന്റെ മരണശേഷം ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയുള്ള മക്കളുടെ നെട്ടോട്ടം അതുകണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് തോന്നിയ ഒരു സംശയം. അതാണ് ഐജിക്ക് മുൻപാകെ പരാതിയായി എത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണവും തുടങ്ങി. നിരവധി ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരുന്നു കുടുംബത്തിന്. ഇതിൽ 4 എണ്ണം ഗണേശന്റെ പേരിലായിരുന്നു. പിതാവിന്റെ മരണശേഷം വളരെ വേഗത്തിൽ മക്കൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള നടപടികളുമായി എത്തി. കുടുംബത്തിന്റെ സാമ്പത്തിക നിലയും ഇൻഷുറൻസ് പോളിസികളുടെ അടവും തമ്മിൽ വലിയ അന്തരം തോന്നിയ ഇൻഷുറൻസ് കമ്പനി ഐജിക്ക് പരാതി നൽകി. ആദ്യഘട്ടത്തിൽ മൂർഖനെ ഉപയോഗിച്ചായിരുന്നു ശ്രമം നടത്തിയത്. എന്നാൽ അത് പരാജയപ്പെട്ടു. പിന്നീടാണ് വെള്ളിക്കെട്ടൻ പാമ്പിനെ ഉപയോഗിച്ചത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗണേശന്റെ കഴുത്തിൽ കുത്തിച്ചു. പാമ്പിനെ മോഹൻരാജും ഹരിഹരനും ചേർന്ന് തല്ലിക്കൊന്നു. ഗണേശനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതും സംശയങ്ങൾക്ക് കാരണമായി. പാമ്പിനെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായ ഒരാൾ ഉൾപ്പെടെ കേസിൽ 4 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. വളർത്തി വലുതാക്കിയ പിതാവിനേക്കാൾ വലുതാണ് പണമെന്ന് മക്കൾ തിരിച്ചറിഞ്ഞു. ആ 2 പേരും അവർക്കൊപ്പം സഹായികളായിരുന്ന 4 പേരും ഇന്ന് അഴിക്കുള്ളിലാണ്. ചെന്നൈയിൽ നിന്ന് ശ്രീകാന്ത് ഗൗരീശപട്ടണത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.